പ്രിയമുള്ളവരെ നമസ്കാരം. സനാതന ധർമ്മ വിശ്വാസികൾ അഥവാ ഹൈന്ദവ വിശ്വാസികൾ സർവധർമ്മ സമഭാവനയിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നവർ, ലോകമൊരു കുടുംബം എന്ന ആപ്തവാക്യത്തിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കുന്നവർ, അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ ധർമ്മങ്ങളെയും എല്ലാ വിശ്വാസങ്ങളെയും ചേർത്ത് പിടിക്കുവാൻ തന്നെയാണ് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മതേതരത്വം എന്ന് പറയുന്ന വാക്കിന് ഒരു അമിതമായിട്ടുള്ള പ്രാധാന്യം അല്ലെങ്കിൽ ഒരു ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്ന വിഭാഗം തന്നെയാണ് നമ്മുടെ ഹൈന്ദവ സമൂഹം എന്ന് പറയുന്നത്. ഞാനിത് സൂചിപ്പിച്ചു വന്നത് ഈ അടുത്ത കാലത്ത് തിരഞ്ഞെടുപ്പുകളിലൂടെ നാം കണ്ട ചില കണക്കുകൾ, ചില വസ്തുതകൾ അത് മുന്നിലേക്ക് വയ്ക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ സർവധർമ്മ സമഭാവന എന്നുള്ള ആ ആപ്തവാക്യം, ലോകമൊരു കുടുംബം എന്നുള്ള ആപ്തവാക്യം അത് മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദു ധർമ്മം, ആ ഹിന്ദു ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കുന്ന സനാതനികളായിട്ടുള്ള ഹൈന്ദവർ, ആ ഹൈന്ദവർ ന്യൂനപക്ഷങ്ങളായിട്ട് മാറുകയും അല്ലെങ്കിൽ അത് ക്രമേണ ഇല്ലാതാവുകയും, നാം പറയാറുണ്ട് ലവ് ജിഹാദ് നടക്കുന്നു അല്ലെങ്കിൽ ലാൻഡ് ജിഹാദ് നടക്കുന്നു, ഇത്തരത്തിലുള്ള മതപരിവർത്തന പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ ശക്തി പ്രാപിക്കുന്നു, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് വഴി ഹിന്ദു സമൂഹത്തിന്റെ സർവനാശമാണ് എന്നൊക്കെ പറയുമ്പോൾ, ഈ സർവനാശം നടന്ന ഹിന്ദുവിന്റെ സംഖ്യാത്മകമായിട്ടുള്ള കുറവ് വന്ന അല്ലെങ്കിൽ ഹിന്ദു അവിടെ ഇല്ലാതായ സാഹചര്യങ്ങളിലൊക്കെ ചില മതവിശ്വാസങ്ങൾ ശക്തി പ്രാപിക്കുകയും ആ ശക്തി പ്രാപിച്ച മതവിശ്വാസങ്ങൾ അവിടുത്തെ സഹിഷ്ണുതയോട് കൂടിയിട്ടുള്ള സർവധർമ്മ സമഭാവനയോട് കൂടിയിട്ടുള്ള ജീവിതത്തെ തകർത്ത് നശിപ്പിച്ച് മതാധിപത്യം സ്ഥാപിക്കുകയും ചെയ്ത വസ്തുത അത് പറഞ്ഞറിയിക്കേണ്ട കാര്യമല്ല, നമുക്ക് ഏവർക്കും അറിവുള്ളതാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ അടുത്ത സമയത്ത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലുണ്ടായിട്ടുള്ള വോട്ട് വർധനവ് കേവലം ഏതെങ്കിലും ഒരു ഭരണകൂടത്തോടുള്ള വെല്ലുവിളി അല്ലെങ്കിൽ ഭരണകൂടത്തോടുള്ള വിയോജിപ്പ് കൊണ്ട് കിട്ടിയ പ്രതിഷേധ വോട്ടുകളല്ല, മറിച്ച് വളരെ വ്യക്തമായിട്ട് സംഖ്യാത്മകമായിട്ട് ഒരു സമൂഹത്തിന്റെ ജനസംഖ്യാത്മകമായിട്ടുള്ള വർധനവിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളതാണ്. മാത്രമല്ല അത് വിദ്യാഭ്യാസ രംഗത്ത് സ്കൂൾ അഡ്മിഷന്റെ മതപരമായിട്ടുള്ള കണക്കുകൾ പരിശോധിച്ചാൽ എത്ര വിസ്ഫോടകാത്മകമായിട്ടുള്ള ജനസംഖ്യാ വർധനവാണ് ഈ നാട്ടിൽ ചില പ്രത്യേക ജില്ലകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ വർധനവ് ഈ നാടിന്റെ അക്ഷരാർത്ഥത്തിൽ സന്തുലിതാവസ്ഥ തകിടം മറിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് കേവലം മതപരിവർത്തനത്തെയും ജിഹാദി പ്രവർത്തനങ്ങളെയും എതിർക്കുകയല്ല നാം ചെയ്യേണ്ടത്. നാം ജനസംഖ്യാ വർധനവിന് തതുല്യമായിട്ടുള്ള പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. നന്ദി, നമസ്തേ.